ഹായ് നമസ്കാരം, ഞാൻ നിമി അലക്സാണ്ടർ. വാട്സപ്പ് വോയിസ് ചാറ്റിൻ്റെ പുതിയൊരു അപ്ഡേഷൻ എല്ലാവരും അറിഞ്ഞു കാണും അല്ലേ? ഈ വോയിസ് ചാറ്റ് കൊണ്ട് നമുക്കുണ്ടാകുന്ന ദോഷങ്ങൾ ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ മെമ്പർ ആണെങ്കിൽ നമ്മൾ അറിയാതെ അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിലായിരിക്കും കാണാൻ സാധിക്കുക. നമ്മുടെ കൈ അറിയാതെ അതിലേക്കൊന്ന് ടച്ച് ആയി കഴിഞ്ഞാൽ വോയിസ് ചാറ്റ് അവിടെ ഓപ്പൺ ആവും. നമ്മൾ ശ്രദ്ധിക്കില്ല. നമ്മുടെ വോയിസ് ചാറ്റിലേക്ക് പലരും ഗ്രൂപ്പിൽ നിന്ന് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ മൊബൈൽ ടേബിളിൽ വെച്ചിട്ട് പോകും, പക്ഷേ നമ്മുടെ ഇവിടുത്തെ കൺവെർസേഷൻ അവർക്ക് കേൾക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിലെ മെസ്സേജ് നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് മുകളിലേക്ക് മൂവ് ചെയ്യും. സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ലാസ്റ്റത്തെ മെസ്സേജ് കഴിഞ്ഞ് നമ്മളിങ്ങനെ വളരെ ഫാസ്റ്റായിട്ടാണ് മുകളിലേക്ക് മൂവ് ചെയ്യുന്നതെങ്കിൽ തൊട്ടതായ ഉടനെ തന്നെ ഒരു സർക്കിൾ ജനറേറ്റ് ആവുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. അതെന്ന് പറയുന്നത് വോയിസ് ചാറ്റിൻ്റെ ആ ഒരു ഗ്രൂപ്പിലേക്കുള്ള ഇൻവിറ്റേഷൻ ആയിട്ടാണ് നമ്മുടെ അവിടുന്ന് ജനറേറ്റ് ആവുന്നത്. ആക്ച്വലി നമ്മളത് അറിഞ്ഞിട്ടുണ്ടാവില്ല. മൂന്നാമത്തേതെന്ന് പറയുന്നത്, വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അവരിതൊന്നും അറിയാതെ ഇതിനൊക്കെ ടച്ച് ചെയ്യും, ഇതുപോലെ ഫാസ്റ്റായിട്ട് സ്ക്രോൾ ചെയ്യും, അപ്പോഴും ഇത് അവിടെ ഓപ്പൺ ആവും. ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ അറിയാതെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഇവിടുത്തെ കൺവെർസേഷൻസ് അതിൽ ജോയിൻ ചെയ്ത് മറ്റുള്ളവർക്ക് കേൾക്കുവാൻ സാധിക്കും. ഗ്രൂപ്പിലുള്ള മറ്റുള്ളവർക്ക് നമ്മൾ അറിഞ്ഞുകൊണ്ടാണെങ്കിൽ നമ്മൾ ആദ്യമേ ഒരു കണ്ടന്റ് കൊടുക്കുമല്ലോ, ഞാനിങ്ങനെ കാര്യം പറയാൻ വേണ്ടിയിട്ട് ഒരു വോയിസ് ചാറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ജോയിൻ ചെയ്യുക എന്ന് പറയും. അറിയാതെയാണ് ഇത് സംഭവിക്കുന്നെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിനുള്ള അത് നമ്മൾ ഓപ്ഷൻ മ്യൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഏറ്റവും മുകളിൽ ആ ഗ്രൂപ്പ് നെയിമിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് അവിടെ അഡ്വാൻസ്ഡ് സെറ്റിങ്സിൽ വോയിസ് ചാറ്റിൻ്റെ റൈറ്റ് സൈഡിൽ അത് മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് അത് മ്യൂട്ടാക്കി ഇട്ടിരുന്നാൽ മതി. അപ്പം നമ്മുടെ മൊബൈലിൽ നിന്ന് വീട്ടിൽ കുട്ടികളുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നോ അബദ്ധവശാൽ അതൊന്നും വോയിസ് ചാറ്റ് ഓപ്പൺ ആവില്ല. അപ്പോൾ വോയിസ് ചാറ്റ് ഇതുപോലെ മ്യൂട്ടാക്കി ഇടുക. പിന്നീട് അതുപോലെ തന്നെ ഈ വോയിസ് ചാറ്റ് കൊണ്ടുള്ള ഇതുപോലെ ദോഷങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ വാട്സപ്പ് സപ്പോർട്ട് അതിലേക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഗ്രൂപ്പിനെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ കൊടുത്തത്. അഡ്മിൻസിന് അത് മ്യൂട്ടാക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ 300-500 മെമ്പേഴ്സ് ഉണ്ടാവും. നമ്മൾക്ക് ഓരോരുത്തരും വിളിച്ച് പറയാൻ സാധിക്കില്ല, നിങ്ങളെല്ലാവരും മ്യൂട്ട് ചെയ്യുക, നമ്മളിപ്പോൾ ഗ്രൂപ്പിൽ ഒരു വോയിസ് ഇട്ടാലും അതൊരു പക്ഷേ ശ്രദ്ധിക്കണമെന്നില്ല, പലർക്കും അതറിയാതെ പോവാം. ഇങ്ങനെയൊക്കെ കാരണങ്ങളുള്ളത് കൊണ്ട് ആ ഗ്രൂപ്പ് അഡ്മിൻസിന് അതിനൊരു പ്രൊവിഷൻ കൊടുക്കണം, അത് മ്യൂട്ട് ചെയ്യാനായിട്ട്. കാരണം അവർ മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലുള്ള മറ്റാർക്കും ഇതുപോലെ വോയിസ് ചാറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇൻ കേസ് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അഡ്മിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിൻ അവിടുന്ന് ഒരു വോയിസ് ചാറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ആ രീതിയിൽ മെസ്സേജ് കൊടുത്തപ്പോൾ അവർക്കതൊരു ആ ഇൻഫർമേഷൻ, ഇപ്പോൾ നമ്മൾ കൊടുത്തൊരു സജഷൻ, ഞാനാണ് അവിടുന്ന് മെസ്സേജ് അയച്ചത്, ആ സജഷൻ അവർക്ക് ഇഷ്ടമായിട്ടുണ്ട്, അവർ തീർച്ചയായിട്ടും അത് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്.